ഖുർആനിലെ ചില ദിക്ർ ദുആകൾ ഓഡിയോ നമ്പർ 5. ഇതിനു മുമ്പുള്ള 4 വീഡിയോകളിൽ പരാമർശിക്കാത്ത കുറച്ച് ദിക്ർ ദുആകൾ കൂടി ചേർത്തിട്ടുണ്ട് ബ്ലോഗിൽ. ഇതിന് ബ്ലോഗ് ലിങ്ക് ഇതോടൊപ്പം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പൂർണ്ണമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് നമ്പർ 36 ആയിട്ടുണ്ടാവില്ല. അതുൾപ്പെടെയാണ് 37. അടുത്തത് ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാന. സൂറത്തു തൗബ 51-ാമത്തെ ആയത്തിൽ നിന്ന് ലൻ യുസീബന, ഒരിക്കലും ഞങ്ങളെ ബാധിക്കുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, ഞങ്ങൾക്ക് അള്ളാഹു രേഖപ്പെടുത്തിയതല്ലാതെ, അള്ളാഹു നിശ്ചയിച്ച് വിധിച്ച് രേഖപ്പെടുത്തിയത് അല്ലാതെ, ഹുവ മൗലാന, അവൻ ഞങ്ങളുടെ യജമാനനാകുന്നു. 38 ഇന്നല്ലാഹ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ് യുഹ്യി വയുമീത് വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസ്വീർ. സൂറത്തു തൗബ 116-ാമത്തെ ആയത്ത്. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, ലഹു, അവനുള്ളതാണ്, മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും രാജാധികാരം. മുൽക്ക് സമാവാത്ത് ആകാശങ്ങൾ, അർദ് ഭൂമി. യുഹ്യി വയുമീത്ത്, യുഹ്യി അവൻ ജീവിപ്പിക്കുന്നു, വയുമീത്തു അവൻ മരിപ്പിക്കുകയും ചെയ്യുന്നു. അത് മറ്റാരും ചെയ്യുന്ന പ്രവൃത്തിയല്ല. വമാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസ്വീർ. വമാലക്കും നിങ്ങൾക്കില്ല, മിൻ ദൂനില്ലാഹി അള്ളാഹുവിനെ കൂടാതെ, മിൻ വലിയ്യിൻ വലാ നസ്വീർ, മിൻ വലിയ്യിൻ ഒരു വലിയ, വലാ നസീർ ഒരു രക്ഷാധികാരിയോ ഇല്ല. നിങ്ങൾക്ക് അള്ളാഹുവിനെ കൂടാതെ ആത്യന്തികമായിട്ട് ഒരു രക്ഷാകർത്താവോ ഒരു സഹായിയോ ഇല്ല. നസീർ എന്ന് പറഞ്ഞാൽ സഹായകൻ. 39 ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. സൂറത്തു തൗബ 129-ാമത്തെ ആയത്ത്. ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ളാഹു മതി, ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ആരാധ്യൻ, ഒരു ഇലാഹും ഇല്ല, അലൈഹി തവക്കൽതു, അവരിൽ മാത്രം ഞാൻ ഭരമേൽപ്പിക്കുന്നു എൻ്റെ കാര്യങ്ങൾ, ഹുവ വഹുവ, അവൻ റബ്ബുൽ അർശിൽ അദീം, മഹത്തായ അർഷിൻ്റെ ഉടമസ്ഥനാകുന്നു, മഹത്തായ അർഷിൻ്റെ റബ്ബാകുന്നു. 40 അലല്ലാഹി തവക്കൽനാ റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലിൽ ഖൗമിൽ ളാലിമീൻ നജ്ജിനാ ബിറഹ്മതിക വനജ്ജിനാ ബിറഹ്മതിക മിനൽ ഖൗമിൽ കാഫിരീൻ. വനജ്ജിന എന്നുണ്ട്, കാരണം അത് ആദ്യത്തെ ആയത്തിനോട് ചേർത്ത് പറയണം. സൂറത്ത് യൂനുസ് 85-86 ആയത്ത്. അലല്ലാഹി തവക്കൽന, അള്ളാഹുവിൽ മാത്രം ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. റബ്ബന, ഞങ്ങളുടെ റബ്ബെ, ലാ തജ്അൽന, നീ ഞങ്ങളെ ആക്കരുത്, ഫിത്നത്തൻ, ഒരു പരീക്ഷണമാക്കരുത്, അതായത് ഒരു പരീക്ഷണ വസ്തു ആക്കരുത്, ലിൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ജനങ്ങൾക്ക്, അതായത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക്, അക്രമികൾക്ക് ഞങ്ങളൊരു പരീക്ഷണ വസ്തുവാക്കരുതേ റബ്ബേ. ഞങ്ങൾ അള്ളാഹുവിൽ മാത്രം എല്ലാ കാര്യങ്ങളും അർപ്പിക്കുന്നു, ഭരമേൽപ്പിക്കുന്നു അവനിൽ. വനജ്ജിന ബിറഹ്മതിക മിനൽ ഖൗമിൽ കാഫിരീൻ. വനജ്ജിന, നീ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണേ, ബിറഹ്മതിക, നിൻ്റെ റഹ്മത്ത് കൊണ്ട്, മിനൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികളായ ജനങ്ങളിൽ നിന്ന്. 41 ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്കെതിരെയുള്ളൊരു പ്രാർത്ഥന. സൂറത്ത് യൂനുസ് 88-ാമത്തെ ആയത്തിൽ നിന്ന് റബ്ബന തുമിസ് അലാ അംവാലിഹിം വഷ്ദുദ് അലാ ഖുലൂബിഹിം. റബ്ബന, ഞങ്ങളുടെ റബ്ബെ, തുമിസ് അലാ അംവാലിഹിം, അവരുടെ സ്വത്തുക്കളെ നീ തുടച്ചു നീക്കണേ, വഷ്ദുദ് അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾ നീ കാഠിന്യം നൽകണേ എന്ന്. 42 അല്ലാഹു യഅലമു മാ തഹ്മിലു കുല്ലു ഉൻസാ വമാ തഗീദുൽ അർഹാമു വമാ തസ്ദാദ് വകുല്ലു ഷൈഇൻ ഇൻദഹു ബിമിഖ്ദാർ. അല്ലാഹു യഅലമു, അല്ലാഹു അറിയുന്നു, മാ തഹ്മിലു കുല്ലു ഉൻസ, മാ തഹ്മിലു വഹിക്കുന്നത്, അതായത് ഗർഭം ധരിക്കുന്നത്, കുല്ലു ഉൻസ എല്ലാ പെണ്ണും, എല്ലാ ഓരോ സ്ത്രീയും, വമാ തഗീദുൽ അർഹാമു ഗർഭാശയങ്ങൾ കുറവ് വരുത്തുന്നതും, വമാ തസ്ദാദ്
വർദ്ധിപ്പിക്കുന്നതും. വകുല്ലു ഷൈഇൻ എല്ലാ വസ്തുക്കൾക്കും ഇൻദഹു അവൻ്റെ പക്കലുണ്ട് ബിമിഖ്ദാർ തോത് കണക്ക്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ അടുത്ത് നിശ്ചിത തോത് കണക്ക് അനുസരിച്ചാകുന്നു എന്ന്. ആലിമുൽ ഗൈബി വശഹാദത്തിൽ കബീറുൽ മുതആൽ. ആലിമുൽ ഗൈബ്, ഗൈബ് അദൃശ്യം അറിയുന്നവൻ. അള്ളാഹുവിനെ സംബന്ധിച്ച് ഗൈബ് അദൃശ്യം എന്ന് പറഞ്ഞ സംഗതി ഇല്ല, എല്ലാം അവന് ദൃശ്യമാണ്. മനുഷ്യരെ സംബന്ധിച്ച് മറ്റുള്ളവരെ സംബന്ധിച്ച് ഗൈബായ കാര്യം. വശഹാദ ദൃശ്യത്തെയും. അൽ കബീറുൽ മുതആൽ, അൽ കബീർ മഹാനായ വലിയവനായ, അൽ മുതആൽ അത്യുന്നതനായ. ഇത് രണ്ടും കൂടെ ചേർത്ത് സൂറത്ത് അർ-റാഅദ് 8-9 ആയത്തുകളിൽ നിന്നാണ്. അല്ലാഹു യഅലമു മാ തഹ്മിലു കുല്ലു ഉൻസാ വമാ തഗീദുൽ അർഹാം വമാ തസ്ദാദ് വകുല്ലു ഷൈഇൻ ഇൻദഹു ബിമിഖ്ദാർ ആലിമുൽ ഗൈബി വശഹാദത്തിൽ കബീറുൽ മുതആൽ. 43 യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി വയുർസിലു സ്സവാഇഖ ഫയുസീബു ബിഹാ മൻ യശാഅ. സൂറത്തുർ റഅദ് 13-ാമത്തെ ആയത്തിൽ നിന്ന്. യുസബ്ബിഹുർ റഅദു, റഅദ് അതായത് ഇടി, തണ്ടർ, തസ്ബീഹ് ചെയ്യുന്നു, പ്രകീർത്തനം ചെയ്യുന്നു അള്ളാഹുവിനെ. ബിഹംദിഹി അവനെ സ്തുതിച്ചുകൊണ്ട്. വൽ മലായികത്തു മലക്കുകളും തസ്ബീഹ് നടത്തുന്നു. മിൻ ഖീഫതിഹി അവനെ ഭയന്നുകൊണ്ട്. വയുർസിലു സ്സവാഇഖ അവൻ അള്ളാഹു സവാഇഖ് ഇടുത്തികളെ അയക്കുന്നു. ഫയുസീബു ബിഹ അപ്പോൾ അത് ബാധിക്കുന്നു മയ്യഷ അവന് ഉദ്ദേശിക്കുന്നവർക്ക്. അത് ബാധിപ്പിക്കുന്നു. ഫയുസീബു അവൻ ബാധിപ്പിക്കുന്നു, ബിഹ അതുകൊണ്ട്, മയ്യഷ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. 44 ലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർദി തൗഅൻ വകർഹ വളില്ലുഹും ബിൽ ഗുദുവി വൽ ആസ്വാൽ. സൂറത്തുർ റഅദ് 15-ാമത്തെ ആയത്തിൽ നിന്ന്. ലില്ലാഹി അള്ളാഹുവിനുള്ളതാണ്. യസ്ജുദ് അള്ളാഹുവിനാണ്, അള്ളാഹുവിന്. യസ്ജുദു സുജൂദ് ചെയ്യുന്നു. ആര്? മൻ ഫിസ് സമാവാതി ആകാശങ്ങളിലുള്ളവർ, വൽ അർദി ഭൂമിയിലുള്ളവരും. തൗഅൻ വകർഹ തൗആയിട്ടും കർഹായിട്ടും രണ്ട് രൂപത്തിലും. തൗഅ എന്ന് പറഞ്ഞാൽ സ്വമനസാലെ സ്വമേധയ, കർഹൻ വെറുപ്പോടെ, അതിലേക്ക് നിർബന്ധിതാവസ്ഥയിൽ. അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരാണ് എല്ലാവരും, സത്യനിഷേധി ഉൾപ്പെടെ. അള്ളാഹു മരണം വരിക്കുന്നതല്ല, മരണം അവൻ വരിപ്പിക്കുന്ന, അല്ലെങ്കിൽ മരണം അവൻ ഉദ്ദേശിക്കുന്ന ആ സമയത്ത് അവൻ മരിക്കും. അത് അവൻ ഉദ്ദേശിച്ചാലില്ലെങ്കിലും അവൻ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും നിർബന്ധിതമാണത്. അപ്പോൾ അള്ളാഹുവിൻ്റെ നിയമ നടപടികൾക്ക്, അവൻ്റെ വ്യവസ്ഥകൾക്ക് വിധേയമാണ് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ വസ്തുക്കളും. അതാണ് അള്ളാഹുവിൻ ആകാശത്തുള്ളതും ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും ഒക്കെ നിർബന്ധിതമായോ അല്ലെങ്കിൽ സ്വമേധയ സ്വമനസ്സോടു കൂടിയോ സുജൂദ് ചെയ്യുന്നു. ബോധപൂർവം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് ഉണ്ടല്ലോ, അതാണ് സ്വമനസാലെ എന്ന് പറയുന്നത്. വളില്ലുഹും വളിലാലുഹും അവരുടെ നിഴലുകളും സുജൂദ് ചെയ്യുന്നു. ബിൽ ഗുദുവി വൽ ആസ്വാൽ അതായത് രാവിലെയും വൈകുന്നേരങ്ങളിലും. 45 ഹുവ റബ്ബി ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വ ഇലൈഹി മതാബ്. സൂറത്തുർ റഅദ് 30-ാമത്തെ ആയത്തിൽ നിന്ന്. ഹുവ അവൻ, അല്ലാഹു, റബ്ബി എൻ്റെ റബ്ബാണ്, എൻ്റെ രക്ഷിതാവാണ്. ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ഒരു ആരാധ്യൻ, ഒരു ഇലാഹും ഇല്ല. അലൈഹി തവക്കൽതു അവനിൽ മാത്രം ഞാൻ ഭരമേൽപ്പിക്കുന്നു. വ ഇലൈഹി മതാബ് അവനിലേക്കു തന്നെയാണ് എൻ്റെ പശ്ചാത്തപിച്ചുള്ള മടക്കവും.